നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഞാൻ നേരത്തെ 2-3 വീഡിയോയിലെ ജണ്ടവരിശകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ജണ്ടവരിശകൾ പാടിത്തരുകയും ചെയ്തു. പ്രാക്ടീസ് ചെയ്യേണ്ട രീതികളെക്കുറിച്ചും പറഞ്ഞു തന്നിരുന്നു അല്ലേ. ജണ്ടവരിശകളിൽ 9ാമത്തെ ഒരു സ്വരങ്ങളുണ്ട്. അതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് 9ാമത്തെ സ്വരങ്ങൾ എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്വരങ്ങളൊക്കെ വക്രമായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ വളഞ്ഞു വരുന്ന സ്വരങ്ങളാണ്. കുറച്ച് പാടാനായിട്ട് പഠിക്കാനുമായിട്ട് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് നോക്കാം ഏതാണെന്നല്ലേ. സമഗരി സരി ഗമ സരി രി ഗ മ മ രി പ മ ഗ രി ഗ മ പ രി രി ഗ ഗ മ മ പ പ ഗ ധ പ മ ഗ മ പ ധ ഗ ഗ മ മ പ പ ധ ധ മ നി ധ പ മ പ ധ നി മ മ പ പ ധ ധ നി നി പ സ നി ധ പ ധ നി സ പ പ ധ ധ നി നി സ സ സ പ ധ നി സ നി ധ പ സ സ നി നി ധ ധ പ പ നി മ പ ധ നി ധ പ മ നി നി ധ ധ പ പ മ മ ധ ഗ മ പ ധ പ മ ഗ ധ ധ പ പ മ മ ഗ ഗ പ രെ ഗ മ പ മ ഗ രെ പ പ മ മ ഗ ഗ രെ രെ മ സ രെ ഗ മ ഗ രെ സ മ മ ഗ ഗ രി രി സ സ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൽ ആദ്യത്തെ പോർഷൻ മാത്രമേ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് സമഗരി സരി ഗ മ. അത് കഴിഞ്ഞാൽ പഴയ തന്നെയാണ് സ സ രി രി ഗ ഗ മ മ. പിന്നെ രണ്ടാമത്തെ വരുമ്പോൾ രി രി ഗ ഗ മ മ പ പ. മൂന്നാമത് ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നി നി. അവിടെയാണ് എല്ലാം ഈ രണ്ടാമത്തെ പോർഷൻ വരുമ്പോൾ എല്ലാം അതേപോലെ തന്നെ വരിക. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ. അപ്പം ആദ്യത്തെ പോർഷനിൽ മാത്രമാണ് മാറി മറിഞ്ഞ സ്വരങ്ങൾ വക്രമായിട്ട് വരുന്നത്. അതായത് സമഗരി സരി ഗ മ രി പ മ ഗ രി ഗ മ പ ഗ ധ പ മ ഗ മ പ ധ മ നി ധ പ മ പ ധ നി. അങ്ങനെ വരും. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് വരുന്നത് മുഴുവൻ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ അതേപോലെ തന്നെ വരും. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ്, വളരെ ഈസി ആയിട്ട് പാടാവുന്നതുമാണ്. ഇതിൽ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും അകാരത്തിലും ഇകാരത്തിലും ഉകാരത്തിലും ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യം 1ാം കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം 2ാം കാലത്തിലേക്ക് കടക്കുക. എന്നാലേ അത് പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ സ്പീഡ് പാടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആദ്യം എല്ലാവരും 1ാം കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്തിട്ട് 2ാം കാലത്തിലേക്ക് പാടുക, പിന്നെ 3ാം കാലത്തിൽ പാടുക, 4ാം കാലത്തിൽ പാടുക, പിന്നെ അകാരത്തിൽ ഇകാരത്തിൽ ഉകാരത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താലുള്ള ഫലം ഉറപ്പാണ്. ഇത് ഞാൻ പല പ്രാവശ്യം പല ക്ലാസ്സുകളിലൂടെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു വരിശകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.